ഞാൻ യാദൃശ്ചികമായിട്ട് കണ്ടിട്ടുള്ള ഒരു പ്രസവരക്ഷാ മരുന്ന് ഉണ്ടാക്കുന്ന വീഡിയോ സ്റ്റോറി ഇട്ടിട്ട് ഇത് നിങ്ങൾ തൊടാൻ പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി കുറേ മെസ്സേജസ് വന്നു. അതിൽ കാണിച്ചിരിക്കുന്ന കണ്ടന്റ്സ് ഒക്കെ വളരെ നല്ലതാണെന്ന് പൊതുവേ എല്ലാവരും വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. ഈത്തപ്പഴം, ശർക്കര, പിന്നെ മലയാളികളുടെ സ്വന്തം ശുദ്ധമായ നെയ്യും ശുദ്ധമായ തേങ്ങാപ്പാലും, പിന്നെ നട്ട്സ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യം. ഇതെല്ലാം കൂടെ ചേർത്തിളക്കി ഉണ്ടാക്കുന്ന ഭക്ഷണം പിന്നെ എങ്ങനെ മോശമാണെന്ന് പറയുന്നേ എന്ന് ആർക്കും തോന്നിപ്പോവും അല്ലേ? ഈ പറഞ്ഞ വസ്തുക്കൾക്കെല്ലാം നല്ല ന്യൂട്രിറ്റീവ് വാല്യൂ ഉണ്ടായിരിക്കാം. ഈത്തപ്പഴത്തിലും ചക്കരയിലൊക്കെ നല്ല അയൺ കണ്ടന്റ് ഉണ്ട്, രക്തം കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. നെയ്യ്, തേങ്ങാപ്പാല്, നട്ട്സ് ശരീരത്തിന് പോഷണം എന്നുള്ള രീതിയിലുള്ള നല്ല ഗുഡ് ഫാറ്റിന്റെ സോഴ്സ് ആണ്. എന്താ ഇവിടെ നിങ്ങൾ മറന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഹൈ ഡോസ് ഓഫ് ഷുഗർ ആൻഡ് ഫാറ്റ്. രണ്ടാമത്തത്, ന്യൂട്രിറ്റീവ് വാല്യൂ നല്ലതാണെങ്കിൽ കൂടി കാലറി ഡെൻസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. അതായത് ഒരു 100 ഗ്രാം എടുത്താൽ പോലും അതിൽ നിന്ന് കിട്ടുന്ന കാലറി വളരെ കൂടുതലായിരിക്കും. ഈ പറഞ്ഞ മരുന്നിലുള്ള ഐറ്റംസിൽ നിന്നുള്ള കാലറി ഒന്ന് നോക്കും. ഒരു ശരീരം വണ്ണം വെക്കുന്നത് അവർക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള കാലറി ഇൻടേക്ക് വരുമ്പോഴാണ്. ഒരു സ്ത്രീക്ക് പ്രസവം കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി എടുക്കുന്ന ഭക്ഷണത്തിൽ നിന്നും വെറും 300 കിലോ കാലറിയാണ് എക്സ്ട്രാ വേണ്ടത്. 2 ടീസ്പൂൺ നെയ്യിൽ മാത്രം 275 കിലോ കാലറി. ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള സ്ത്രീകൾ ഡെയിലി തന്നെ ഓൾമോസ്റ്റ് 3000 കിലോ കാലറി അറിഞ്ഞോ അറിയാതെയോ എടുക്കുന്നുണ്ട്. അവർക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു കാലറി സത്യത്തിൽ ആവശ്യമില്ല ഡെലിവറി കഴിഞ്ഞിട്ട്. എന്നാൽ പോലും പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ഡെലിവറി സെന്റേഴ്സിൽ 6ഉം 7ഉം നേരത്തെ ഫുഡാണ് കൊടുക്കുന്നത്. അതും കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റ് റിച്ച്. കാർബോഹൈഡ്രേറ്റും ഫാറ്റും കൂടുന്നിടത്തോളം കാലറി കൂടിക്കൊണ്ടേയിരിക്കും. അതിന്റെ കൂടെയാണ് വീണ്ടും ഇത്രയും കാലറി ഡെൻസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റം ഒരു സ്പൂൺ ആണെങ്കിൽ പോലും കൊടുക്കുന്നത്. ആ ഒരു സ്പൂണിന് ചിലപ്പോൾ നമ്മൾ ഒരു നേരം എടുക്കേണ്ട ഫുഡിന്റെക്കാളും കാലറി ഉണ്ടാവും. ഈ എക്സ്ട്രാ കാലറി ഒക്കെയാണ് ശരീരത്തിൽ ഫാറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഫുഡ് ഐറ്റം തന്നെ വളരെ രക്ഷയായി മാറും. ആർക്കെന്നറിയോ? നമ്മളൊരു ആദിവാസി ഊരിൽ പോയിട്ട് അവിടെ ഒരു 40-45 kg ഹീമോഗ്ലോബിൻ 8 ആയിട്ടുള്ള ഗർഭിണി, അവർക്ക് എളുപ്പത്തിൽ രക്തത്തിന്റെ അളവ് കൂട്ടാനും ശരീരം പോഷിപ്പിക്കാനും പറ്റുന്നതാണ് ഇത് 2 സ്പൂൺ രാവിലെ വൈകുന്നേരം എടുക്കുന്നത്. പിന്നെ ഒരു ശരീരം ക്ഷീണിച്ചിരിക്കുന്ന, ഇപ്പം മെൻസസ് ആയിട്ട് ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉള്ള ഒരു കൗമാര പ്രായത്തിലുള്ള കുട്ടിക്കും ഇത് വളരെ ഉപകാരമായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് മരുന്നിനല്ല, അത് എടുക്കുന്ന വ്യക്തികൾക്കാണ് ഇന്ന് പ്രശ്നം. ഒരു കാലത്തെ സ്ത്രീകൾക്ക് ഇത് അത്യാവശ്യമായിരുന്നു. അപ്പൊ ഈ ഒരു ഫുഡ് ഐറ്റം ഇന്നത്തെ സ്ത്രീകൾക്ക് വേണോ വേണ്ടോ എന്ന് ആലോചിക്കുക. പ്രഗ്നൻസി സമയത്തും പോസ്റ്റ്മോർട്ടം ടൈമിലും നിങ്ങൾ എടുക്കുന്ന ഫുഡ് ഒന്ന് ബാലൻസ് ചെയ്ത് പ്രോട്ടീൻ കൂട്ടുന്നതിന് പകരം ഇങ്ങനെ ഫാറ്റും ഷുഗറും കൂടുതലുള്ള ഇത്തിരി സപ്ലിമെന്റ്സ് ആണ് നിങ്ങളുടെ വണ്ണം കൂട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? അപ്പോഴാണ് ഇത് അനാവശ്യം മരുന്നായി പോകുന്നത്. ഇനിയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി സ്വന്തം ശരീരം ഒന്ന് ശ്രദ്ധിച്ചൂടെ? കാര്യം മനസ്സിലായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യും.